വിദ്യാർത്ഥികളോ ബിസിനസ് ഉടമകളോ പ്രൊഫഷണൽസോ ആവട്ടെ ഈ ഒരു AI ടൂളിൽ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. കാരണം അത്രത്തോളം ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ഈ സിമ്പിൾ AI ടൂൾ ഉപയോഗിച്ചാൽ കിട്ടും. കുറേ ആളുകൾ എല്ലാ കാര്യങ്ങൾക്കും ചാറ്റ് ബോട്ടുകളാണ് ഉപയോഗിക്കുക. ഒന്നുകിൽ ChatGPT അല്ലെങ്കിൽ ജെമിനി അല്ലെങ്കിൽ മറ്റു ചാറ്റ് ബോട്ട്. നമ്മൾ ആ സ്വഭാവം നിർത്തണം. മറിച്ച് ഓരോ ആവശ്യങ്ങൾക്കും നമ്മൾ ഓരോ ടൂളുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇന്ന് മറ്റൊരു ക്രിയേറ്റീവായ AI ടൂളിനെ കുറിച്ചിട്ടാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കേൾക്കാം. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം നമ്മൾക്ക് ഓരോ കോണ്ടെക്സ്റ്റിൻ്റെ ഉപയോഗം മനസ്സിലായുമ്പോഴുള്ളൂ നമുക്ക് ആ സിറ്റുവേഷനിൽ അത് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്ന ടൂള് എന്ന് പറയുന്നത് നോട്ട്ബുക്ക് LM ആണ്. നോട്ട്ബുക്ക് LMനെ കുറിച്ച് കുറച്ചൊക്കെ ആളുകൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ കുറേ ആളുകൾ കേട്ടിട്ടുണ്ടാവില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ പഠനാവശ്യത്തിനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിലും മറ്റു പല പർപ്പസിനും ഇത് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കുന്ന വിദ്യാർത്ഥികളാവട്ടെ, പ്രൊഫഷണൽസിന് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ റിസർച്ച് നടത്താൻ, കേസ് സ്റ്റഡി നടത്താൻ, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ടൂൾ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നോട്ട്ബുക്ക് LM നിങ്ങൾ ക്രോമിലോ ബ്രൗസറിലോ അല്ലെങ്കിൽ ആപ്പോ ഡൗൺലോഡ് ചെയ്യുക. ക്രോമിൽ നോട്ട്ബുക്ക് LM സെർച്ച് ചെയ്യുക, ഫസ്റ്റ് ലോഗിൻ ചെയ്യുക. ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഒരുപാട് ഫീച്ചേഴ്സിനെ ഒന്നും നമ്മൾ പരിചയപ്പെടുത്തുന്നില്ല. ഇതിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രസൻറ്റേഷൻ PPT മേക്കിങ്ങിൻ്റെ ഒരു കാര്യം മാത്രമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നമ്മളിവിടെ ഓപ്പൺ ചെയ്താൽ കിട്ടുക. അപ്പോൾ നമുക്ക് ഏത് കാര്യം പഠിക്കാൻ, ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ്സുകാരനാണ്, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കേസ് സ്റ്റഡി അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ പോളിസി അല്ലെങ്കിൽ GST അങ്ങനെ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കാം. അതിൻ്റെ യൂട്യൂബ് ലിങ്ക് കൊടുക്കാം, ബ്രൗസർ ലിങ്ക് കൊടുക്കാം, ഇമേജ് ഫയൽ കൊടുക്കാം, ടെക്സ്റ്റ് ഫയൽ കൊടുക്കാം, ഓഡിയോ ഫയൽസ് എല്ലാതും നമ്മൾക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ റൈറ്റ് സൈഡിൽ സ്റ്റുഡിയോ എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെയും മറ്റു അനേകം ഉപയോഗങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വീഡിയോ പ്രസൻറ്റേഷനിൽ രണ്ടാളുകൾ ക്ലാസ് എടുത്താണെങ്കിൽ അതുണ്ട്, മൈൻഡ് മാപ്പ് ഉണ്ട്, ഓഡിയോ ഓവർവ്യൂ ഉണ്ട്, പോഡ്കാസ്റ്റ് ഉണ്ട്, അങ്ങനെ അനേകം ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഒന്നുമല്ല പറയുന്നത്. ഇവിടെ നിങ്ങൾ ഈ സ്ലൈഡ് ഡെക്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കണ്ടോ, അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്തിനത് ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൽ ഞാൻ നിർമ്മിച്ച കുറച്ച് സ്ലൈഡുകൾ നിങ്ങൾക്ക് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ഒരു സ്ലൈഡ് മലയാളത്തിലാണ് ഞാൻ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ച സ്ലൈഡ് ഡെക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ മെയിൻ പ്രധാനപ്പെട്ട പ്രത്യേകത മറ്റു പ്രസൻറ്റേഷൻ നിർമ്മിക്കുന്ന ടൂളുകളിൽ നിന്ന് വ്യത്യസ്തം എന്താ വെച്ചാൽ ഇതിൽ വിഷ്വൽ എലമെൻറ്റ് അല്ലെങ്കിൽ വിഷ്വൽ പ്രസൻറ്റേഷൻ കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് രണ്ട് വിധേന നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഒന്നുകിൽ നമുക്ക് ഏതെങ്കിലും പഠിക്കേണ്ട ആവശ്യത്തിന് നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. കാരണം എന്താ വെച്ചാൽ ഇതിൽ കാര്യം, അതായത് എസെൻസ് കൃത്യമായിട്ട് വിഷ്വൽ എലമെൻസിലൂടെ ഈ പ്രസൻറ്റേഷൻക്ക് കൺവേ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് മറ്റു പ്രസൻറ്റേഷനിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നത്. ഞാൻ കുറച്ച് പ്രസൻറ്റേഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മലയാളത്തിൽ ഇത് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. മറ്റു അനേകം പ്രസൻറ്റേഷനിൽ മലയാളം കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു നെഗറ്റീവ് ഉണ്ട്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഇതാണ്, മലയാളത്തിൽ ലഭ്യമാണ് എന്നുള്ളതാണ്. ഇനി ഞാൻ ഒന്നുകൂടി മറ്റു കുറച്ച് പ്രസൻറ്റേഷൻസ് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് വിഷ്വൽ എലമെൻറ്റ്സ് ഈസ് അമേസിങ്. ഭയങ്കര ക്രിയേറ്റീവായിട്ടാണ് ഇവരുടെ വിഷ്വൽ എലമെൻറ്റ്സ് നമ്മൾ നിർമ്മിച്ച് തന്നിട്ടുള്ളത്. ഇതിന് ഇംഗ്ലീഷിലുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹൗ അമേസിങ്, ഹൗ കളർഫുൾ. ഇനി ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ 10ാം ക്ലാസ്സിലൊരു ടെക്സ്റ്റ് ബുക്ക്, ബയോളജീൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ട് കിട്ടിയ പ്രസൻറ്റേഷൻസ് ആണ്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ടീച്ചേഴ്സിന് ഇതൊക്കെ അവരുടെ ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ വളരെ കളർഫുൾ ആയിട്ടുള്ള പ്രസൻറ്റേഷനായിട്ട് പ്രസൻറ്റ് ചെയ്യാം. ബിസിനസ് ഓണേഴ്സിന് പറ്റും, എംപ്ലോയീസിന് അവരുടെ എന്തെങ്കിലും പ്രസൻറ്റേഷൻസിന്, നമ്മൾക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, അറിയാൻ, റിസർച്ച് നടത്തുമ്പോൾ അങ്ങനെ എല്ലാ കോണ്ടെക്സ്റ്റിലും നമുക്കത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇതാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള പ്രസൻറ്റേഷൻ. അതായത് ഒരുപാട് എലമെൻറ്റ്സ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ ലളിതമായ രീതിയിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഒരു പ്രസൻറ്റേഷൻസ് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതും 10ാം ക്ലാസ്സിലെ മറ്റൊരു ടെക്സ്റ്റ് ബുക്കാണ്, ഫിസിക്സ് ആണെന്ന് തോന്നുന്നു. സീ ദ റിസൾട്ട്. കളർഫുൾ അല്ലേ? നമുക്കിനി ഇവിടെ ജസ്റ്റ് ഇങ്ങനെ പ്രസൻറ്റേഷൻ രീതിയിലും നമുക്കിത് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്കിത് PDF ആയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇനി അതേപോലെ തന്നെ PPTയിലേക്കും നമ്മൾക്കിതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്തിനെക്കുറിച്ചാണോ പഠിക്കേണ്ടത് അത് നമ്മൾ നേരത്തെ ഞാൻ
കാണിച്ച് തന്ന പോലെ ക്രിയേറ്റ് നോട്ട്ബുക്ക് കൊടുക്കുക. ഇവിടെ നമ്മൾക്ക് വേണ്ട ഇൻപുട്ടുകൾ എന്താണെങ്കിൽ അത് കൊടുക്കുക. ശേഷം നമ്മളിവിടെ സ്ലൈഡ് ഡെക്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. സ്ലൈഡ് ഡെക്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഏത് ലാംഗ്വേജിലാണോ ഇത് വേണ്ടത് എന്നുള്ളത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യാം, ഏത് ലാംഗ്വേജിലാണ് വേണ്ടതെന്നുള്ളത്. പിന്നെ നമ്മൾ ഷോർട്ടായിട്ടുള്ള ടൈപ്പാണോ ലെങ്തി ആയിട്ടുള്ളതാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും. പിന്നെ പ്രസൻറ്റർ സ്ലൈഡുകളുണ്ട്. പ്രസൻറ്റർ സ്ലൈഡുകൾ പറഞ്ഞാൽ ഒരു മിനിമം സ്ലൈഡുകളാണ്, മിനിമൽ വിഷ്വൽസ് ആണ്. എനിക്കൊന്നും കൂടിയും ഈ ഡീറ്റെയിൽഡ് ഡെക്കാണ് ഒന്നുകൂടി നന്നായിട്ട് തോന്നിയത്. ഇനി അടുത്തൊരു എലമെൻറ്റ്, ഈ നോട്ട്ബുക്ക് എലമെൻറ്റ് നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ കാണിച്ചു തന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടാകും, ഏകദേശം എല്ലാ പ്രസൻറ്റേഷൻ്റെ സ്റ്റൈലും ഒന്നാണ്. അതെ, പിന്നെ നമുക്ക് എല്ലാ പ്രസൻറ്റേഷനിലും നമ്മൾ നോട്ട്ബുക്ക് എലമെൻ്റെ ടാഗ് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ വാട്ടർമാർക്ക് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ റിമൂവ് ചെയ്യാം, പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സിൽ എങ്ങനെ പ്രസൻറ്റേഷൻസ് മേക്ക് ചെയ്യാം എന്നുകൂടി ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടി കളർഫുൾ ആയിട്ടുള്ള പ്രസൻറ്റേഷൻ നിർമ്മിക്കാൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾക്ക് പ്രോംപ്റ്റ് ആയിട്ട് കൊടുക്കാം, നീ വിഷ്വൽ എലമെൻറ്റ് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്, കളർ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് കൊടുക്കാം. ഇനി അതിന് തന്നെ ഒരു കുരുട്ട് ബുദ്ധിയിലൂടെ അല്ലെങ്കിൽ ഒരു ഉഡായിപ്പിലൂടെ നമുക്ക് ഒന്നുകൂടി ക്രിയേറ്റീവായിട്ട് നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കാം. അപ്പോൾ അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് ഫ്രീ പിക്ക് എന്ന് പറയുന്ന കുറേ നമ്മൾക്ക് ഇത്തരത്തിലുള്ള പി ഡി എഫുകളല്ല, അഡോബ് ഫോട്ടോഷോപ്പിൻ്റെ ഇല്ലുസ്ട്രേറ്ററിൻ്റെ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഡിസൈനുകൾ ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുക്കാം. അപ്പോൾ Ctrl+5 എടുത്തിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനത് ചെയ്തു, ക്യാപ്ചർ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, അത് നേരെ വന്നിട്ട് ജെമിനായി ഓപ്പൺ ചെയ്യുക. ജെമിനായിൽ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ജെമിനായിൽ കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്ത ശേഷം ഇതേപോലൊരു പ്രോംപ്റ്റ് എടുക്കുക. ക്യാൻ യു ഗീവ് മി എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദിസ് സ്റ്റൈൽ ഓഫ് ദ ഡിസൈൻ, കളർ കോഡ്, ബാക്ക്ഗ്രൗണ്ട്, ഓൾ ദ തിങ്സ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോംപ്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ എൻറ്റയർ പ്രസൻറ്റേഷൻ്റെ സ്റ്റൈല് നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ രൂപത്തിൽ നമ്മൾക്ക് ഇവിടെ ലഭിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, സിമ്പിളായിട്ട് ഇത് കോപ്പി ചെയ്തിട്ട് ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. ശേഷം നമ്മൾ ഇവിടെ കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം എന്താ വെച്ചാൽ, ഈ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ആ സ്റ്റൈലിൽ ഒന്നുകൂടി നമ്മളുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സ്റ്റൈൽ നമ്മൾക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം. മുമ്പ് അവർ ഡിഫോൾട്ടായിട്ടുള്ള നമ്മുടെ കണ്ടന്റിനനുസരിച്ചുള്ള സ്റ്റൈലാണ് കൊണ്ടുതരുന്നത്. ദാറ്റ്സ് എ ഗുഡ് വൺ, നൈസ് വൺ ആണ്. ഞാൻ നിങ്ങൾക്ക് ആ ഒരു ലാസ്റ്റ് ഇതൊക്കെ കാണിച്ചു തന്നില്ലേ, ഇതൊക്കെ നമ്മൾക്ക് വളരെ കളർഫുൾ ആയിട്ടുള്ളത് തന്നെ തന്നിട്ടുള്ളത്. ഇൻ കേസ് നിങ്ങൾ ഇതിലൊരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതി തുടരാം. ഇനി നിങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഞാനിവിടെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ മിനിമൽ ഡിസൈനിൽ ഇതിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇതിൽ ഒരു കാര്യം കൂടി വേണ്ടത്, നമ്മൾക്ക് ഓരോ പേജിലും അല്ലെങ്കിൽ ഓരോ സ്ലൈഡിലും നമ്മൾക്ക് പ്രോംപ്റ്റ് കൊടുത്ത് വീണ്ടും അഡീഷണൽ ചേഞ്ചുകൾ വരുത്താൻ സാധിക്കും. അതിനിവിടെ ഈ റിവൈസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇനി ഇതിൽ എന്ത് മാറ്റാണ് വരുത്തേണ്ടത്, ഇപ്പോൾ ഫോണ്ട് സ്റ്റൈല്, ഫോണ്ടിൻ്റെ സൈസ്, കളർ, വിഷ്വൽ എലമെൻറ്റ്സ്, അങ്ങനെ ഏതും നമ്മൾക്ക് സിമ്പിളായിട്ട് ലളിതമായിട്ട് പ്രോംപ്റ്റ് കൊടുത്തിട്ട് നമ്മൾക്ക് ഇതിൽ വീണ്ടും മാറ്റം വരുത്താൻ സാധിക്കും. അപ്പോൾ ഇതും നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾക്ക് എന്താണ്, ഇത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടണിൽ ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് PDF ഡോക്യുമെൻറ്റ്, ഡൗൺലോഡ് പവർ പോയിൻ്റ് എന്ന 2 രീതിയിലും നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അല്ല നമ്മൾക്ക് ഇതും ഇങ്ങനെയും പോയിട്ട് നേരെ ഈ ഒരു പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രസൻറ്റ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. ഇതിലുള്ള ഒരു നെഗറ്റീവ്, 2 നെഗറ്റീവ് ഉണ്ട്. ഒന്നാമത്തെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനും ഒരു JPG ഫയലായിട്ടാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അഡീഷണൽ മാനുവലായിട്ട് ചേഞ്ച് വരുത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിന് 2 രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിലവിൽ അത്ര അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നില്ല. ഒരു രീതി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്ത ശേഷം PDF to PPT കൺവേർട്ടർ ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് ഗൂഗിൾ സ്ലൈഡിൽ പോയിട്ട് നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും. അങ്ങനെ ചില സമയത്ത് നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്, ഫുൾ ടൈം അങ്ങനെ റിസൾട്ട് കിട്ടുന്നില്ല. മറ്റൊരു രീതി, നമ്മളുടെ ഡിസൈന് പോകും. ചിലപ്പോൾ നമ്മൾക്ക് ഒരു എക്സാമ്പിൾ, ഇതിലെ കണ്ടന്റ് ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു, ഈ ഒരു കണ്ടന്റിൽ നമുക്ക് മറ്റൊരു PPT അതിൽ നമുക്ക് മാനുവലായിട്ട് ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉഡായിപ്പ് രീതി എന്ന് പറയുന്നത്, ഇപ്പം ഞാനിവിടെ
ജെമിനി ഓപ്പൺ ചെയ്തു. ആ ഒരു PDF നേരത്തെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത PDF ഇവിടെ കൊണ്ട് അപ്ലോഡ് ചെയ്തു. എന്നിട്ട് ഇതിനോട് പറഞ്ഞു ഇതൊരു PDF-ലേക്ക് ഇതൊരു പ്രസൻറ്റേഷൻ രീതിയിലേക്ക് മാറ്റി തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഐ ഗോട്ട് ദ റിസൾട്ട്. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു സ്റ്റൈലല്ല ഇവിടെ തന്നിട്ടുള്ളത്. ഇത് ജെമിനി നിർമ്മിക്കുന്ന സ്റ്റൈലിലാണ് നമുക്ക് പ്രസൻറ്റേഷൻ തന്നിട്ടുള്ളത്. ഇനി എക്സ്പോർട്ട് ടു സ്ലൈഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ സ്ലൈഡിൽ പോയിട്ട് ഇതിൽ ഓരോന്നും നമുക്ക് മാനുവലായിട്ട് മാറ്റം വരുത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇവരുടെ ഒരു വാട്ടർ മാർക്ക് ഉണ്ട്. ഇൻ കേസ് ഇഫ് യു വാണ്ട് ടു റിമൂവ് ദാറ്റ് ദർ ഇസ് ഓൾസോ ആൻ ഓപ്ഷൻ. ആ ഒരു ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്യാൻവ ഓപ്പൺ ചെയ്യണം. ക്യാൻവയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ആ PDF ഫയൽ അപ്ലോഡ് ചെയ്യുക. PDF ഫയൽ അപ്ലോഡ് ചെയ്ത ശേഷം ഇവിടെ എറേസർ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാജിക് എറേസർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ പെയ്ഡ് യൂസേഴ്സിന് മാത്രമേ ഉള്ളൂ. ക്യാൻവയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെയ്ഡ് വേർഷൻ നിങ്ങൾക്ക് 90 രൂപ മുതൽ 150 രൂപയ്ക്ക് വരെ കിട്ടുന്നുണ്ട്. ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ മാജിക് എറേസർ ക്ലിക്ക് ചെയ്ത ശേഷം ഇപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ നോട്ട്ബുക്ക് ഒഴിവാക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എറേസറിൽ ക്ലിക്ക് ചെയ്ത ശേഷം മാജിക് എറേസറിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ അടുത്ത പേജിലേക്കാണ് പോകേണ്ടത്. റെഡി ആയിട്ടില്ല. നമ്മൾ ഈ ഒരു പേജ് ക്ലിക്ക് ചെയ്തു ശേഷം നമ്മൾ എറേസറിൽ പോയി മാജിക് എറേസർ എടുത്തു. ഇനി നമ്മൾ ജസ്റ്റ് ഇതൊന്ന് മാർക്ക് ചെയ്താൽ അവർ തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് തരും എന്നുള്ളതാണ് ഓരോ ഓപ്ഷന്. ഇനി ഇവിടെ എറേസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൂടി കൊടുക്കണം. നമുക്ക് റിസൾട്ട് നോക്കിക്കാം. ഇനി ഇൻ കേസ് അവർ റിമൂവ് ചെയ്ത് തരുന്നു. ഇനി ഇൻ കേസ് നിങ്ങളുടെ പെയ്ഡ് വേർഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉടായ്പ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഷേപ്പ് എന്നുള്ള എലമെൻറ്റ്സിൽ വരിക, ഷേപ്പിൽ വരിക. ഷേപ്പിൽ വന്നിട്ട് നമ്മളൊരു റെക്റ്റാങ്കിൾ ചൂസ് ചെയ്യുക. ആ റെക്റ്റാങ്കിൾ തിരഞ്ഞെടുത്ത ശേഷം അത് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി ഉണ്ട്. നമുക്ക് തൊട്ട് താഴത്തെ സ്ലൈഡിലേക്ക് വരിക. ഇതിൻ്റെ മുകളിൽ പോയി വെക്കുക. ശേഷം ഇതിൻ്റെ കളർ എന്ത് ചെയ്യുക, ഇവിടെ ഏതാണോ കളർ അത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, പിക്ക് ചെയ്യുക. അപ്പോൾ ബ്ലാക്ക് കളറാണ് പിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് അങ്ങനെയും നമുക്കിത് മറക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള വാട്ടർ മാർക്ക് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് നോട്ട്ബുക്ക് എലമെൻറ്റ് ചെറിയൊരു ഡീറ്റെയിൽസ് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ആദ്യമായിട്ടാണ് നോട്ട്ബുക്കിനെ കുറിച്ച് അറിയുന്നതെങ്കിൽ, നിങ്ങൾ ഓൾറെഡി അറിയുന്നവരാണെങ്കിൽ ബാക്കിയുള്ള ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ കാണേണ്ട ആവശ്യമില്ല. അതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുള്ളത്, ലാസ്റ്റ് സ്കൂൾ എന്ന പേരിൽ നമ്മൾ പുതിയൊരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള AI റിലേറ്റഡ് ആയിട്ടുള്ള ലളിതമായിട്ടുള്ള കാര്യങ്ങൾ ക്രാഷ് കോഴ്സ് രൂപത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. AI വെച്ചിട്ട് PPT മേക്ക് ചെയ്യുന്നത്, പോസ്റ്റർ മേക്ക് ചെയ്യുന്നത്, AI ഫോർ സ്റ്റുഡൻസ് ഒക്കെ നമ്മൾ അത്തരത്തിലുള്ള ഒരുപാട് കോഴ്സ് നമ്മുടെ ഇനീഷ്യേറ്റീവിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താല്പര്യമുള്ള ആളുകൾക്ക് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, പർച്ചേസ് ചെയ്യാം, കാണാവുന്നതേ ഉള്ളൂ. നോട്ട്ബുക്ക് എലമെൻ്റെ മറ്റൊരു പ്രത്യേകത, നിങ്ങൾക്ക് ഓഡിയോ ഓവർവ്യൂ 2 ആളുകൾ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. വീഡിയോ ഓവർവ്യൂക്കും ഇത്തരത്തിലുള്ള ഓപ്ഷൻ ഉണ്ട്. മൈൻഡ് മാപ്പ്, ഫ്ലാഷ് കാർഡുകൾ, ക്യൂസുകളൊക്കെ നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഇതിൻ്റെയും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോട്ട്ബുക്ക് എലമെൻറ്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കൂടി അല്ലെങ്കിൽ ആ വീഡിയോസ് കൂടി കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് താഴെ പറയാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.